കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് എവ്രിവൺ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് BECC 101. BECC 101 ഇൻട്രോഡക്ടറി മൈക്രോഎക്കണോമിക്സ് എന്ന കോഴ്സിന്റെ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്ത് അതുപോലെ ചേഞ്ചിങ് പാറ്റേൺ കൂടെ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ വൺസ് അഗൈൻ വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. BECC 101 എന്ന ഈ ഒരു കോഴ്സിന് നമുക്ക് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടേം ആൻഡ് എക്സാമിനേഷനേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഡിസംബർ 2021 ടു ഡിസംബർ 2025 വരെയുള്ള എല്ലാ ടേം ആൻഡ് എക്സാമിനേഷന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ എക്സാം പാറ്റേണിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഏതൊക്കെയാണ് ഹൈ യീൽഡ് ടോപ്പിക്സ്, കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള 2 ഫുൾ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ആൻസറിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് എങ്ങനെ എഴുതണം ആൻഡ് എന്തെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതും കൂടെ നോക്കും. നിങ്ങൾ മേ ബി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടാവും, ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്നവരായിരിക്കാം, അതല്ലേ നിങ്ങൾ റിവിഷൻ ടൈമിലായിരിക്കാം. ഏതൊരു ലെവലിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ആൻഡ് എക്സാം നല്ല കോൺഫിഡൻസിൽ അറ്റൻഡ് ചെയ്യാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങളെ ഇത് സഹായിക്കും. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു കറന്റ് പ്രിപ്പറേഷൻ ലെവൽ ഏതാണോ അതിനനുസരിച്ചുള്ള പാത്ത് വേ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതുണ്ട്. പാത്ത് 1 എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്നവരായിരിക്കാം നിങ്ങൾ. അതായത് ലാസ്റ്റ് 2 days എക്സാമിന് മുന്നേയുള്ള 2 days ഒക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സെക്ഷൻ 4 ഹൈ യീൽഡ് സിലബസ് മാപ്പാണ് നോക്കേണ്ടത്. അതിൽ 3 സ്റ്റാർ കൊടുത്തിട്ടുള്ള യൂണിറ്റ്സ്, അതാണ് ഹൈ യീൽഡ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത്, ഹൈ യീൽഡ് യൂണിറ്റ്സ് ആയിട്ട് വരുന്നത്, അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ പാർട്ട് 2ലാണെങ്കിൽ, അതായത് നിങ്ങളുടെ റിവിഷൻ ടൈമിലാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനാണ് ഉള്ളത്, നിങ്ങൾ 2 weeks മുന്നേ പഠിത്തം തുടങ്ങിയവരാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഹൈ യീൽഡിന്റെ കൂടെ തന്നെ നിങ്ങൾ മീഡിയം യീൽഡും കൂടെ നോക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് പാർട്ട് 3ലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, അതായത് എല്ലാം പഠിച്ച് നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ, ഡീപ്പായിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ടുള്ള PYQ നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 3 സ്റ്റാർസും 2 സ്റ്റാർസും ഒക്കെ നിങ്ങൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോവേണ്ടതുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ ആണ്. നമ്മുടെ എക്സാം ഉണ്ടാകുന്നത് ടോട്ടൽ 100 മാർക്സിനാണ്. 3 hours ആണ് ഡ്യൂറേഷൻ വരുന്നത്. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C എന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ടുണ്ടാവും. സെക്ഷൻ Aയിൽ ടോട്ടൽ 40 മാർക്സിനാണ് ഉണ്ടാവുക. അതിൽ 2 questions ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതിന് ഓരോന്നിനും 20 മാർക്സ് വീതമായിരിക്കും ഉണ്ടാവുക. ആ ക്വസ്റ്റ്യൻസ് ലോങ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, മൾട്ടി പാർട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ അതിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസും തിയറിറ്റിക്കൽ ഡിസ്കഷൻ രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. സെക്ഷൻ ബിയിലേക്കാണെങ്കിൽ 48 മാർക്സിനാണ് ഓവറോൾ വരുന്നത്. 4 questions ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓരോന്നിനും 12 മാർക്സ് വീതമാണ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻസ് മീഡിയം ലെങ്തിലുള്ളതാണ് ഉണ്ടാവുക ആൻഡ് ടിപ്പിക്കലി ഡയഗ്രാംസും അതുപോലെ തന്നെ കൺസൈസ് എക്സ്പ്ലനേഷൻസ് ആണ് ചോദിക്കാറുള്ളത്. ഇനി സെക്ഷൻ സിയിലേക്ക് വരുമ്പം 12 മാർക്സിനാണ് ടോട്ടൽ വരുന്നത്. 2 questions ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓരോന്നിനും 6 മാർക്സ് വീതം. ഷോർട്ട് ആൻസേഴ്സ് ആണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് ഒളിഗോപോളി, വെൽഫെയർ എക്കണോമിക്സ്, അതുപോലെ തന്നെ മാർക്കറ്റ് ഫെയിലിയർ എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഇനി നമുക്കൊരു എക്സാം പേപ്പറുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. സെക്ഷൻ എയിൽ നിന്നും, അതായത് ലോങ് ആൻസർ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടടുത്ത് നിന്നും നിങ്ങൾക്ക് 40% ക്വസ്റ്റ്യൻസും അവിടെ നിന്നാണ്, 40% മാർക്സും നിങ്ങൾക്ക് വരുന്നത് അതിൽ നിന്നാണ്. ഓരോന്നിനും 20 മാർക്സ് വീതം, അങ്ങനെ 40 മാർക്സ് ആണ് വരുന്നത് ടോട്ടൽ. നെക്സ്റ്റ്
സെക്ഷൻ ബിയിൽ മീഡിയം ആൻസർ ആണ് കൊടുക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് ഓരോന്നിനും 12 മാർക്സ് വീതമാണ്. അവിടെ 48% ക്വസ്റ്റ്യൻസും അവിടെ നിന്നാണ് സെക്ഷൻ ബി എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് 12% ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ സിയിൽ നിന്ന് ചോദിക്കുന്നത്. ഷോർട്ട് ആൻസർ ആണ് കൊടുക്കേണ്ടത്. ഓരോന്നിനും 6 മാർക്സ് വീതമാണ് ഉണ്ടാവുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈ യീൽഡ് സിലബസ് മാപ്പ് ആണ്. നമ്മൾ പറഞ്ഞു ലാസ്റ്റ് മിനിറ്റ്സിലൊക്കെ ഉള്ളവർ മസ്റ്റ് ആയിട്ടും എല്ലാവരും പഠിച്ചു പോകേണ്ടതാണ്. ലാസ്റ്റ് മിനിറ്റ്സിലുള്ളവരും ഹൈ യീൽഡ് ടോപ്പിക്സ് മസ്റ്റ് ആയിട്ടും പഠിച്ചു പോകേണ്ടതുണ്ട്. സോ ഹൈ യീൽഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ പാസ് ആവണം എന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ആയിട്ടും പഠിച്ചു പോകേണ്ടത് തന്നെ ഉണ്ട്. മീഡിയം യീൽഡ് എന്ന് പറയുന്നത് ഫ്രീക്വന്റ് അപ്പിയറൻസ് ആണ്. നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മീഡിയം യീൽഡ് കൂടെ നോക്കേണ്ടതുണ്ട്. ലോ യീൽഡ് എന്ന് പറയുന്നത് അപ്പിയേഴ്സ് ഒക്കേഷണലി ആണ്. സോ എല്ലാം കവർ ചെയ്ത് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അതും കൂടെ നോക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഓരോ യൂണിറ്റിന്റെ ഇമ്പോർട്ടൻസ് നോക്കിയാണ് ഹൈ യീൽഡ് ആണോ ലോ യീൽഡ് ആണോ മീഡിയം യീൽഡ് ആണോ എന്നുള്ളത് നോക്കിയാണ്. 3 സ്റ്റാർസ് ആണെങ്കിൽ ഹൈ യീൽഡ് ആണ് കാണിക്കുന്നത്. 2 സ്റ്റാർസ് ആണെങ്കിൽ മീഡിയം യീൽഡ് ആണ് കാണിക്കുന്നത്. ആൻഡ് 1 സ്റ്റാർ കാണുന്നുണ്ടെങ്കിൽ അത് ലോ യീൽഡ് ആണ് കാണിക്കുന്നത്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് എക്കോണമിയിൽ 8 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഫ്രീക്വന്റ് ആയിട്ട്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ അതൊരു ഹൈ യീൽഡ് ടോപ്പിക് തന്നെയാണ്. മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം. നെക്സ്റ്റ് യൂണിറ്റ് 2 ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസിൽ നിന്നും 9 ടൈംസ് തന്നെയാണ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2025 തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻഡ് അതും ഒരു ഹൈ യീൽഡ് ടോപ്പിക് തന്നെയാണ്. യൂണിറ്റ് 3 ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ പ്രാക്ടീസിൽ നിന്നും 7 ടൈംസ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതും ഹൈ യീൽഡ് ടോപ്പിക്സിൽ പെട്ടതാണ്. ആൻഡ് ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യൂണിറ്റ് 4 കൺസ്യൂമർ ബിഹേവിയർ കാർഡിനൽ അപ്രോച്ചിൽ നിന്നും 9 ടൈംസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഹൈ യീൽഡ് ടോപ്പിക്കിലാണ് വരുന്നത്. ഡിസംബർ 2025 ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 5 കൺസ്യൂമർ ബിഹേവിയർ ഓർഡിനൽ അപ്രോച്ചിൽ നിന്നും 9 ടൈംസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. അതും ഹൈ യീൽഡ് ടോപ്പിക് തന്നെയാണ്. യൂണിറ്റ് 6 പ്രൊഡക്ഷൻ വിത്ത് 1 വേരിയബിൾ ഇൻപുട്ടിൽ നിന്നും 8 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതും ഹൈ യീൽഡ് ടോപ്പിക് ആണ്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 7 പ്രൊഡക്ഷൻ വിത്ത് 2 ആൻഡ് മോർ വേരിയബിൾ ഇൻപുട്സിൽ നിന്നും 9 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. അതും ഹൈ യീൽഡ് ടോപ്പിക് തന്നെയാണ്. യൂണിറ്റ് 8 ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 8 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. അതും ഹൈ യീൽഡ് ടോപ്പിക് തന്നെയാണ്. നെക്സ്റ്റ് യൂണിറ്റ് 9 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫേം ആൻഡ് ഇൻഡസ്ട്രി ഇക്ലിബ്രിയത്തിൽ നിന്നും 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതും ഹൈ യീൽഡ് ടോപ്പിക്കിലാണ് വരുന്നത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 10 മൊണോപ്പൊളി പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷനിൽ നിന്നും 7 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതും ഹൈ യീൽഡ് ടോപ്പിക്സിലാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് 11 മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷനിൽ നിന്നും 4 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു മീഡിയം യീൽഡ് കാറ്റഗറിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഡിസംബർ 2024 അത് ലാസ്റ്റ് ചോദിച്ചത്. യൂണിറ്റ് 12 ഒളിഗോപ്പൊളി പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻസിൽ നിന്നും 9 ടൈംസ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതും ഹൈ യീൽഡ് ടോപ്പിക് ആണ്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 13 ഫാക്ടർ മാർക്കറ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻസിൽ നിന്നും 1 ടൈം ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമ്മളൊരു ലോ യീൽഡ് കാറ്റഗറിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഡിസംബർ 2021 ലാസ്റ്റ് ചോദിച്ചത്. യൂണിറ്റ് 14 ലേബർ മാർക്കറ്റ് അതിൽ നിന്നും 4 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതൊരു മീഡിയം യീൽഡ് കാറ്റഗറിയിലാണ് പെടുന്നത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് 15 ലാൻഡ് മാർക്കറ്റിൽ നിന്ന് 6 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. അതൊരു മീഡിയം യീൽഡിലാണ് കൊടുത്തിട്ടുള്ളത്. യൂണിറ്റ് 16 വെൽഫെയർ അലോക്കേറ്റീവ് എഫിഷ്യൻസി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നിന്നും 4 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ജൂൺ 2025 ലാസ്റ്റ് ചോദിച്ചത്. ആൻഡ് അതും ഒരു മീഡിയം യീൽഡ് കാറ്റഗറിയിലാണ് പെടുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 17 മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് റോൾ ഓഫ് ദി സ്റ്റേറ്റിൽ നിന്നും 8 ടൈംസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതൊരു ഹൈ യീൽഡ് ടോപ്പിക് ആണ്. ജൂൺ 2025 ലാസ്റ്റ് ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഒരു ഹീറ്റ് മാപ്പ് നോക്കുകയാണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ്, ഹൈ യീൽഡ് യൂണിറ്റ്സ് ആണ് നോക്കുന്നത്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ യൂണിറ്റ്സും ഹൈ യീൽഡിൽ തന്നെയാണ് വരുന്നത്. എന്നാലും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് 9 ടൈംസ് ചോദിച്ചേക്കുന്നത് യൂണിറ്റ് 2, യൂണിറ്റ് 4, യൂണിറ്റ് 5, യൂണിറ്റ് 7, യൂണിറ്റ് 9 ആൻഡ് യൂണിറ്റ് 12 നിന്നാണ്. 8 ടൈംസ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് 1, യൂണിറ്റ് 6, യൂണിറ്റ് 8 ആൻഡ് യൂണിറ്റ് 17 നിന്നാണ്. അതുപോലെ തന്നെ 10 നിന്നും 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്.
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ആണ്. ഓരോന്നും നോക്കാം, എത്ര തവണ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ നോക്കാം. ഫസ്റ്റ് വൺ, ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട്സ് ഹിക്സിയൻ സ്ലഡ്സ്കിൽ നിന്നും 9 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഐസോക്കോസ്റ്റ് എക്സ്പാൻഷൻ പാത്ത് റിട്ടേൺസ് ടു സ്കെയിൽ നിന്നും 9 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് കിങ്ഡ് ഡിമാൻഡ് കർവ് ഒളിഗോപോളി മോഡൽസിൽ നിന്നും 9 ടൈംസ് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് 3 സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസിൽ നിന്നും 8 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതിൽ നിന്നും 8 ടൈംസ് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്സ് നോക്കാം. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ ടോപ്പിക്സിൽ നിന്നും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോന്നും നോക്കാം. കൺസ്യൂമർ ബിഹേവിയർ കാർഡിനൽ അപ്രോച്ചിൽ നിന്നും 3 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതല്ലാതെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചതുണ്ട്, റിപ്പീറ്റഡ് അല്ല. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം, ഡിറൈവ് എ ഡിമാൻഡ് കർവ് യൂസിംഗ് ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. സെക്കൻഡ്, critically evaluate the cardinal utility approach. What are its assumptions and limitations? Third question, discuss the law of EQ marginal utility. Fourth question, given a total utility schedule at different consumption level and a fixed price, determine the equilibrium level of demand. കൺസ്യൂമർ ബിഹേവിയർ ഓർഡിനൽ അപ്രോച്ചിൽ നിന്നും 3 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതല്ലാതെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദി ടെക്നിക് ഓഫ് സ്പ്ലിറ്റിംഗ് ദി പ്രൈസ് ഇഫക്ട് ഇൻ ടു ഇറ്റ്സ് കോമ്പോണൻസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം ഇഫക്ട്സ് ഓഫ് ഫോർ ആൻഡ് given good Hicksian method diagram required. Derive a demand curve from indifference curve and the budget line for a normal good. Also define price consumption curve and income consumption curve. Third question, explain price effect, income effect and substitution effect of a fall in price for an inferior commodity. Diagram required. Next question, define corner solution. Explain consumer equilibrium when adile A, only one commodity is purchased. B, indifference curve are concave to the origin. Next, production with two and more variable inputs. 4 most repeated questions ആണ് തന്നിരിക്കുന്ന, എല്ലാം റിപ്പീറ്റഡ് ആണ്. ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ, യൂസ് ഐസോക്കൻഡ് ആൻഡ് ഐസോകോസ്റ്റ് കർവ് ടു എക്സ്പ്ലെയിൻ ഹൗ എ പ്രൊഡ്യൂസർ, അതിൽ ഫസ്റ്റ് വൺ, മിനിമൈസ് കോസ്റ്റ് ഫോർ എ ഗിവൺ ഔട്ട്പുട്ട്. സെക്കൻഡ്, മാക്സിമൈസ് ഔട്ട്പുട്ട് ഫോർ എ ഗിവൺ കോസ്റ്റ്. Second question, define the expansion path. Show the expansion path in short run and long run for a linear homogeneous production function. Next question, with the help of diagram, define ridge lines and economic and non-economic region of production. Next question, explain economics and diseconomies of scale. Distinguish between internal or external economies and diseconomies. Next, ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് ഇക്കോണമിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള 2 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 2 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതല്ലാതെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഫസ്റ്റ് വൺ, ഡിഫൈൻ എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അലോങ് വിത്ത് ഇറ്റ്സ് അണ്ടർലൈങ് അസംപ്ഷൻസ്. എക്സ്പ്ലെയിൻ ഹൗ PPC ക്യാൻ ബി യൂസ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ് ഇൻക്രീസിംഗ്, കോൺസ്റ്റന്റ് ആൻഡ് ഡിക്രീസിംഗ് കോസ്റ്റ് കണ്ടീഷൻ. ഡയഗ്രാം റിക്വയർഡ്. Second question, distinguish between first one, positive and normative economics. Second one, micro and macroeconomics. Third one, statics and dynamics. Next question, economics is a science of choice making. Explain the relationship between scarcity and choice. Next, demand and supply analysis il ninnum chodichittulla 3 most repeated questions aanu, important questions aanu. Oronnu nokkam. Given demand and supply equation, example, QD equals A minus BP, QS equals C plus DP. Determine equilibrium price and quantity. Calculate consumer surplus, producer surplus and deadweight loss for a unit tax. Next question, determine the point elasticity of demand at a given price using a demand function. Example, QX equals 8000 minus 1000 PX at P equals 6, Q equals 2000. Next question, discuss the determinants of price elasticity of demand, price elasticity of supply. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം.
ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെർൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നിന്നാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫേം ആൻഡ് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ത്രീ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ, explain the short run and long run equilibrium of a competitive firm. What is the shutdown point? When would a firm close down? Second question, show that a competitive firm always operates at its optimal capacity in the long run. Show that the supply curve for a competitive firm is the rising part of the MC curve. Third question, given a total cost function TC equals 450 plus 15Q plus 2Q square and MC equals 15 plus 4Q with a market price P equals rupees 115, find out produced and profit level. Next, oligopoly, price and output decisions il ninnum chodichittulla three most important repeated questions aanu. First one, explain the kinked demand curve model, Sweezy's model. How does it describe price rigidity? What are its limitations? Next question, explain the Cournot model and Stackelberg model of oligopoly. Next question, explain the concept of prisoner's dilemma in the context of oligopoly. Next, demand and supply in practice il ninnu chodichittulla rendu most repeated questions aanu. Adil first one, explain the tax burden under the following situation. Adil first one, perfectly elastic demand with normal supply. Second one, perfectly elastic supply with normal demand. Second question, given labor demand LD equals 600 minus 10W and supply LS equals 10W, find free market wage rate and employment. If government fixes minimum wage at rupees 40, how is employment affected? നെക്സ്റ്റ്, ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. അതല്ലാതെ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഫസ്റ്റ് വൺ, explain how the long run average cost LAC curve is derived from different short run average cost curve. Also discuss the relationship between LAC and LMC curves. Next question, discuss the relationship between long run marginal cost LMC and short run marginal cost SMC. Diagram required. Next, monopoly price and output decisions il ninnum chodichittulla two most repeated questions aanu. Adile, what is price discrimination? Explain the different degrees of price discrimination. Second question, compare the long run equilibrium under perfect competition and monopoly. Explain deadweight loss under monopoly. അപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തേക്കുന്ന എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സും നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞു 2 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുള്ളത്. അത് നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. അതിൽ പ്രാക്ടീസ് സെറ്റ് എ ഹൈ പ്രോബബിലിറ്റി പേപ്പർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 3 hours ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ സെക്ഷൻ എയിൽ നിന്നും നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. ഓരോന്നിനും 20 മാർക്സ് വീതമായിരിക്കും ഉണ്ടാവുക. ആൻഡ് നമുക്ക് ഓരോന്നും നോക്കാം. സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ എ, ഡിഫൈൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് അസംഷൻസ്. ഹൗ ക്യാൻ എ PPC ഡെമോൺസ്ട്രേറ്റ് ഇൻക്രീസിംഗ് ആൻഡ് കോൺസ്റ്റന്റ് കോസ്റ്റ് കണ്ടീഷൻസ്? ഡയഗ്രാം റിക്വയർഡ്. അതിന് 10 മാർക്സ് ആണ്. ആൻഡ് ബി ക്വസ്റ്റ്യൻ, given the demand and supply equation QD equals 10,000 minus 2P and QS equals 4,000 plus 3P, determine equilibrium price and quantity. If a tax of rupees 500 per unit is imposed, find the new equilibrium and deadweight loss. Adinum 10 marks ആണ്. അങ്ങനെ total 20 marks. ഇനി സെക്ഷൻ എയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൽ എ, explain the tax burden when. Adil first one, demand is perfectly elastic and supply is normal. Second, supply is perfectly elastic and demand is normal. Diagram required. Adine 10 marks aanu. And B question, critically evaluate the cardinal utility approach. What are its limitations? Adinum 10 marks aanu. And total 20 marks. And third question, Adil first one, A, explain the 3 stages of production using TP, AP and MP curves. In which stage does a rational producer produce? Next, B question,
Use isocant and isocost curves to show cost minimization for a given output and output maximization for a given cost. രണ്ടിനും 10 മാർക്സ് വീതമാണ്, അങ്ങനെ ടോട്ടൽ 20 മാർക്സ്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. അതിൽ എ, സപ്പോസ് എ കോമ്പറ്റീറ്റീവ് ഫേം ഹാസ് TC equals 450 plus 15Q plus 2Q square and MC equals 15 plus 4Q. Market price is rupees 115. Find output and profit. അതിന് 10 മാർക്സ് ആണ്. And B question, explain the different degrees of price discrimination under monopoly. അതിനും 10 മാർക്സ് ആണ്, അങ്ങനെ ടോട്ടൽ 20 മാർക്സ്. ഇനി നമുക്ക് സെക്ഷൻ ബി നോക്കാം. ഓരോന്നിനും 12 മാർക്സ് വീതമാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ, അതിൽ എ, ഫിഫ്ത്ത് ക്വസ്റ്റ്യന്റെ എ ക്വസ്റ്റ്യൻ. Given the demand function QS equals 6000 minus 500 PX, determine the point elasticity of demand at P equals 4 and Q equals 4000. അതിന് 6 മാർക്സ് ആണ്. ആൻഡ് ബി ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി ഡിറ്റർമിനൻറ്റ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതിനും 6 മാർക്സ് ആണ്, അങ്ങനെ 12 മാർക്സ്. നെക്സ്റ്റ് സെക്ഷൻ ബിയിലെ എ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി വിത്ത് എ ഡയഗ്രാം. ബി ക്വസ്റ്റ്യൻ, ഡിറൈവ് ദി ഡിമാൻഡ് കർവ് ഫോർ എ ഗിവൺ ഗുഡ് യൂസിംഗ് ഇൻഡിഫറെന്റ് കർവ്സ് ആൻഡ് ബജറ്റ് ലൈൻ. രണ്ടിനും 6 മാർക്സ് വീതമാണ് വരുന്നത്, ടോട്ടൽ 12. നെക്സ്റ്റ് സെക്ഷൻ ബിയിലെ 7th ക്വസ്റ്റ്യൻ വരുന്നത്, explain the Hicksian technique of splitting the price effect into substitution and income effect for. അതിൽ A question, a normal good, B given good, diagram required. അങ്ങനെ ടോട്ടൽ 12 മാർക്സ്. ഇനി 8th ക്വസ്റ്റ്യൻ വരുന്നത്, അതിൽ A, define the expansion path, show the long run expansion path for a linear homogeneous production function. And B question, how is the LAC curve derived from SAC curves? Discuss its shape. അപ്പോൾ അതിന് ടോട്ടൽ 12 മാർക്സ് ആണ്, 6 മാർക്സ് വീതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ എ, ഷോ ദാറ്റ് എ കോമ്പറ്റീറ്റീവ് ഫേം ഓപ്പറേറ്റ്സ് അറ്റ് ഒപ്റ്റിമൽ കപ്പാസിറ്റി ഇൻ ദി ലോങ് റൺ. ബി, എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് പ്രിസണേഴ്സ് ഡിലേമ ഇൻ ഒലിഗോപോളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ്, കിങ്ഡ് ഡിമാൻഡ് കർവ്. സെക്കൻഡ് വൺ, റിക്കാർഡിയൻ തിയറി ഓഫ് റെന്റ്. And section C, 11th question, what do you understand by market failure? Explain the source of market failure. And next section C, next question, 12th question, explain the Stackelberg model of oligopoly. ഇനി നമ്മൾ പ്രാക്ടീസ് സെറ്റ് ബി ആണ് നോക്കുന്നത്. സർപ്രൈസ് റെഡി പേപ്പർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതും നിങ്ങൾ ഒരു 3 hours വെച്ച് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ എ, economics is a science of choice making. Explain the relationship between scarcity and choice and illustrate using a PPC diagram. B question, distinguish between positive and normative economics. Third question, microeconomics and macroeconomics. ഇനി നമ്മൾ സെക്ഷൻ എയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അതിൽ എ, given the supply and demand for labor, LS equals 10W and LD equals 800 minus 10W, find free market wage and employment. If government sets minimum wage at rupees 50, find the effect on employment. Next question, B question, adile explain how the burden of an indirect tax is shared between buyers and sellers. Under what condition will consumer pay most of the tax? Next question, third question, distinguish between returns to variable proportions and returns to scale. Diagram required. B question, with the help of a diagram, define ridge lines and the economic and non-economic region of production. In a fourth question, adil A, discuss the relationship between long run marginal cost and short run marginal cost. Required diagram required. And B question, a firm faces P equals 4 and MC equals 3Q square minus 14Q plus 12. Determine the best level of output if TC equals Q cube minus 7Q square plus 12Q plus 5. Find total profit. നെക്സ്റ്റ് സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ 5th ക്വസ്റ്റ്യൻ വരുന്നത്, അതിൽ എ, ദി ടോട്ടൽ റവന്യൂ ഫ്രം ദി സെയിൽ ഓഫ് എ കമ്മോഡിറ്റി ഇസ് TR equals 100Q minus 2Q square. Calculate point elasticity of demand when MR is 20. B, discuss the determinants of price elasticity of supply. In section ബിയിലെ 6th ക്വസ്റ്റ്യൻ, അതിലെ എ, ഡിസ്കസ് ദി ലോ ഓഫ് EQ മാർജിനൽ യൂട്ടിലിറ്റി. ബി, ഡിഫൈൻ ദി ഇൻകം കൺസംഷൻ കർവ്. ഡ്രോ ദി ICC ഫോർ ആൻ ഇൻഫീരിയർ ഗുഡ്.
Next, seventh question. Explain the difference between the substitution effect given by Slutsky and Hicks. Diagram required. Next question. Adil A. Define economies and diseconomies of scale. How do they determine the shape of the LAC curve? B question. Discuss the concept of long period economic efficiency. Ninth question. Adil A. A firm is operating to a loss. Explain why the firm might stay rather than exit the market. B question. How does a monopolist face efficiency loss, deadweight loss? Next, 10th question. Write short notes on first one, backward bending labor supply curve. Second one, excess capacity under monopolistic competition. Next, 11th question. Section C. 11th question. Define the fundamental role of marginal cost in achieving efficiency in a perfectly competitive market. Next, 12th question. What role does consumer utility maximization and firm cost minimization play in general equilibrium analysis? അപ്പോൾ ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ ലേൺവൈസിന്റെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആൻസറിന്റെ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഒരു 20 മാർക്സിനാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമ്മളൊരു 500 to 600 വേർഡ്സിലാണ് എഴുതേണ്ടത്. അതിന് ഫസ്റ്റ് നമ്മളൊരു ഇൻട്രോ എടുക്കണം, പിന്നെ ബോഡി, ദെൻ കൺക്ലൂഡ് ചെയ്യണം. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കോൺസെപ്റ്റിനെ നല്ല രീതിയിലൊന്ന് 2-3 സെന്റൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് എഴുതി കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് ബോഡിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു 4 to 6 പോയിന്റ്സ് എഴുതി കൊടുത്ത് അതിന് ഓരോന്നിനും ബ്രീഫ് എക്സ്പ്ലനേഷനും അതിന്റെ കൂടെ തന്നെ എക്സാമ്പിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് നല്ല രീതിയിൽ ക്ലോസ് ചെയ്യണല്ലേ. അപ്പൊ നമുക്കൊരു 2-3 സെന്റൻസിൽ നല്ല രീതിയിൽ അതൊന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ തന്നെ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു തിയറി ബേസ്ഡ് ആൻസർ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ഡിസ്കഷൻ വേഴ്സസ് എക്സ്പ്ലെയിൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളതാണ്. അപ്പൊ ഒരു തിയറി ബേസ്ഡ് ആൻസർ എന്ന് പറയുമ്പം നമ്മൾ ആ ഒരു തിയറി നല്ല രീതിയിൽ തന്നെ ക്ലിയർലി ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഹൂ ആൻഡ് വാട്ട് എന്നുള്ള രീതിയിൽ തന്നെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണോ ചോദിച്ചത് അതുപോലെ എഴുതാം. ആൻഡ് അതിന്റെ കോർ കോമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്, ടെർമിനോളജീസ് യൂസ് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ എഴുതി കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അതിനുള്ള ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ക്രിറ്റിസിസം നമ്മൾ എഴുതി കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അതൊരു മോഡേൺ പ്രാക്ടീസ് ആയിട്ടോ അല്ലെങ്കിൽ റിലേറ്റഡ് തിയറീസ് ആയിട്ടോ കണക്ട് ചെയ്ത് എഴുതേണ്ടതുണ്ട്. ഇനി ഡിസ്കസ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആണ് വേണ്ടത്. അവിടെ ഒരു മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവിൽ നമ്മൾ എഴുതി കൊടുക്കണം. അതുപോലെ പ്രോസ് ആൻഡ് കോൺസും ട്രേഡ് ഓഫ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആണ് അവിടെ വേണ്ടത്. ഇനി എക്സ്പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ നല്ല ക്ലാരിറ്റി തന്നെ എഴുതി കൊടുക്കേണ്ടതുണ്ട്. ഡീപ്പായിട്ട് തന്നെ പോകണം, ഡെപ്തിൽ തന്നെ എഴുതി കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ കോമ്പോണൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് അതിന്റെ ഒരു ഇന്റർ കണക്ഷൻ കാണിക്കേണ്ടതുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി ടൈം മാനേജ്മെന്റ് ഡ്യൂറിംഗ് ദി എക്സാം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ഈ ഒരു 3 hours മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എക്സാമിന് ടൈം കിട്ടിയില്ല എന്നുള്ളൊരു പരാതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഒരു 5 minutes നമ്മൾ നന്നായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. നന്നായിട്ട് തന്നെ റീഡ് ചെയ്യുക. ആൻഡ് അതിൽ മോസ്റ്റ് കോൺഫിഡന്റ് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഫസ്റ്റ് എഴുതാൻ വേണ്ടി ചൂസ് ചെയ്യുക. അത്രയും നമുക്ക് അറിയാമെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് എഴുതാൻ വേണ്ടി ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ 30 minutes നമ്മൾ ഓരോ ആൻസറിന് വേണ്ടിയിട്ടും കൊടുക്കുക. ആൻഡ് അത് ഈ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ തന്നെ എഴുതി പോവാം. ഓരോ 6 minutes വീതം ഓരോ ആൻസറുടെ ക്ലാരിറ്റി, അതായത് റിവ്യൂക്ക് വേണ്ടിയിട്ട് ഓരോ ആൻസറുടെ റിവ്യൂക്ക് വേണ്ടി വെക്കുക. അതിന് ക്ലാരിറ്റി ഉണ്ടോ, മിസ്സിംഗ് വേർഡ്സ് ഉണ്ടോ, കറക്ഷൻസ് എന്തെങ്കിലും വരുത്താനുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം. ഇതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള ലാസ്റ്റ് 15 minutes നമ്മൾ ഫൈനൽ റിവ്യൂ, ആൻസറുടെ ഫൈനൽ റിവ്യൂക്ക് മാറ്റി വെക്കാം. അവിടെ എന്തെങ്കിലും ചെറിയ കറക്ഷൻസ് ഒക്കെ നമുക്ക് വരുത്താവുന്നതാണ്. അതല്ലാതെ നമ്മൾ ഒന്നും കൂടെ റീറൈറ്റ് എഴുതാൻ പാടില്ല. കാരണം നമുക്ക് അതിനുള്ള ടൈം കിട്ടില്ല. സോ നമ്മൾ റീറൈറ്റ് എഴുതരുത്. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ചെറിയ കറക്ഷൻസ് ഒക്കെ വരുത്താം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 800 വേർഡ്സിലേക്കൊന്നും നമ്മുടെ ആൻസർ പോകേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ടൈം കിട്ടില്ല. നമ്മുടെ ഒരു ആൻസർ 400 വേർഡ്സിലാണെങ്കിലും അത് വെൽ സ്ട്രക്ചേർഡ് ആണ്, നല്ല പോയിന്റ്സ് ഒക്കെ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിരിക്കും കൂടുതൽ മാർക്സ് കിട്ടുന്നുണ്ടാവും. സോ നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ ഡിസ്കസ് ചെയ്തേക്കുന്ന പ്രാക്ടീസ് സെറ്റ് A ആണെങ്കിലും B ആണെങ്കിലും ഒക്കെ അതിൻ്റെ ഒക്കെ ആൻസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ കംപ്ലീറ്റ് PYQയുടെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാത്തിൻ്റെ PYQ ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ്, ആൻസേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് നമുക്ക്
ഒരു ആൻസർ എങ്ങനെ എഴുതണം, അതുപോലെ തന്നെ എക്സാമിന്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ഗൈഡൻസും ഉണ്ടാവും, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ അഡീഷണൽ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സും കൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ നിങ്ങൾ ലേൺവൈസിൽ കയറുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രാക്ടീസ് സെറ്റ് എയുടെയും ബിയുടെയും ഫുൾ വർക്ക് ആൻസേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ PYQA ബുക്ക്ലെറ്റിന്റെ ഫുൾ കംപ്ലീറ്റ് ആൻസേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എക്സ്ട്രാ നിങ്ങൾക്ക് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സും കൂടെ കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ എങ്ങനെ ആൻസർ പ്രസന്റ് ചെയ്യണം, കൂടുതൽ മാർക്സ് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഗൈഡൻസും കൂടെ നിങ്ങൾക്ക് കിട്ടും. ഒരു മെന്ററുടെ സപ്പോർട്ടും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഈ ലേൺവൈസ് അഡ്വാൻസ്ഡ് ലേണിംഗ് എക്കോസിസ്റ്റം ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ത്രൂ അതല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ത്രൂ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. 7592939616 നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ടീം നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ടേം ആൻഡ് എക്സാമിനേഷൻ. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.